പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല. പഞ്ചാബിലെ പരാജയം ചോദിച്ചു വാങ്ങിയതാണെന്ന് പാർട്ടിയിലെ തിരുത്തൽവാദികളുടെ വിമർശനം. 5 സംസ്ഥാനങ്ങളിലെ തോൽവിയുടെ കാരണക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തിപ്പെടുകയാണ്. പ്രവർത്തക സമിതി യോഗത്തിന് പിന്നാലെ ശശി തരൂർ എഴുതിയ ലേഖനത്തിലും ഇത് പ്രകടമാണ്. 5 സംസ്ഥാനങ്ങളിലെ കനത്ത പരാജയം കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ച് പിരിയുകയാണുണ്ടായത്. പുതിയ പ്രസിഡന്റിനെ ഉടൻ തെരഞ്ഞെടുക്കണമെന്ന തീരുമാനമാണ് കടുത്ത വിമർശനങ്ങളിൽ നിന്ന് തിരുത്തൽവാദികളെ പിന്തിരിപ്പിച്ചത് എന്നാണ് സൂചന. സോണിയുടെയും രാഹുലിന്റെയും നേതൃത്വത്തെ വിമർശിക്കുന്നതിന് പകരം പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ വീഴ്ചകളാണ് തിരുത്തൽവാദികൾ നേതൃത്വത്തെ ആക്രമിക്കാൻ ആയുധമാക്കിയത്. അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. പാർട്ടിയിൽ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും തിരുത്തൽ ആവശ്യപ്പെടുന്നവരെ വിമതരായി ചിത്രീകരിക്കുകയാണെന്നും G23 നേതാക്കൾ കുറ്റപ്പെടുത്തി. 5 സംസ്ഥാനങ്ങളിലെ തോൽവിക്ക് ഉത്തരവാദി കോൺഗ്രസ് അധ്യക്ഷ മാത്രമല്ല, സംസ്ഥാന നേതാക്കൾക്കും എംപിമാർക്കുമടക്കം ഉത്തരവാദിത്വമുണ്ടെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. We all are responsible for this defeat in 5 states, not Gandhi family or Mrs. Sonia Gandhi ji. She is working hard, she is our leader, and we all reimposed our faith in her, and there is no question of offering resignation or something. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശശി തരൂർ മലയാളത്തിൽ എഴുതിയ ലേഖനത്തിലും സംഘടനാ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടമാണ്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പാർട്ടി പരിഗണന നൽകണമെന്നും BJPക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യ നീക്കങ്ങൾ തുടരുമ്പോൾ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് 18 ഡൽഹി.